ഹലോ വെൽക്കം ടു ലൈഫ് സ്റ്റൈൽ മലയാളം. ഇന്ന് ഞാൻ വോക്ക എന്ന ബ്രാൻഡിൻ്റെ 2 പെർഫ്യൂംസ് പരിചയപ്പെടുത്താം. തായ് എക്കോ ലക്ഷറി, തായ് ഊദ് ലക്ഷറി. സാധാരണ നമ്മൾ വീഡിയോസിൽ ഒരു പെർഫ്യൂംസാണ് റിവ്യൂ ചെയ്യാറുള്ളത്. സോ ഇത് ഞാൻ 2 എണ്ണം ഒരുമിച്ച് വീഡിയോ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് എല്ലാ സ്ഥലത്തും ഇത് 2 എണ്ണമായിട്ടാണ് കാണുന്നത്. ഈ ഒരു ബ്രാൻഡിനാണ് എല്ലാവരും ഫോക്കസ് എടുത്തുകൊണ്ട് വോക്ക എന്നുള്ള ബ്രാൻഡിന്. സോ അത് യൂണിസെക്സ് പെർഫ്യൂംസാണ്. പിന്നെ ഒന്ന് ഒരു എക്കോട്ടിക് ഫ്രാഗ്രൻസും ഇതൊരു ഊത് ഫ്രാഗ്രൻസുമാണ്. അപ്പോൾ ഇതെങ്ങനെയുണ്ട് നോക്കാം. ഇത് ഞാൻ യൂസ് ചെയ്തതാണ്. ഫസ്റ്റ് ഇംപ്രഷൻ്റെ ഒരു വീഡിയോ ഇടണമെന്നൊക്കെ കരുതിയിരുന്നത്. എനിക്ക് തോന്നി വേണ്ട, ഇത് ഒരുമിച്ച് വീഡിയോ ചെയ്യാം എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇതിങ്ങനെ 2 എണ്ണത്തിന് 130 റുപ്പീസാണ്. 2 എണ്ണത്തിൻ്റെ പ്രൈസ്. ഇങ്ങനെ 4 എണ്ണമായിട്ടാണ് എനിക്ക് കിട്ടിയത് 260 റുപ്പീസ്. സോ ഇത് ഒരെണ്ണം, ഇത് വീണ്ടും ഇത് ഇങ്ങനെ തന്നെ 2 എണ്ണമായിട്ടാണ് വന്നത് കേട്ടോ. അപ്പോൾ ഇത് ഒരെണ്ണത്തിൻ്റെ പ്രൈസ് 65 റുപ്പീസേ വരുന്നു. അപ്പോൾ അത്രയും പ്രൈസ് കുറഞ്ഞ് ഒരു പെർഫ്യൂമാണ്. ഇതിൻ്റെ 100 ml 200 ചേഞ്ചൊക്കെ വരുന്നുള്ളൂ. 220, 230 അങ്ങനെയൊക്കെ ഉള്ളൂ. അതും വിത്ത് ഇൻക്ലൂഡിങ് ഡെലിവറി അടക്കം. അപ്പോൾ ഇത് നമുക്ക് വാങ്ങിക്കാൻ പറ്റുക ആമസോണിലുണ്ട്, മീഷോ അങ്ങനത്തെ സൈറ്റുകളൊക്കെ കിട്ടും. വളരെ എൻട്രി ലെവലായിട്ടുള്ള പെർഫ്യൂംസാണ്. ഓക്കെ, തായ് എക്കോ ലക്ഷറി ഞാനിവിടെ നോക്കാം. നല്ല ബോക്സൊക്കെ ഉണ്ട് കേട്ടോ. സാധാരണ ഇത്രയും ചെറിയ പ്രൈസിൽ ഇതൊന്നും കൊടുക്കാൻ കഴിയാറില്ല. പക്ഷേ ഇവരതൊക്കെ കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് ഇവർക്കിത് വേർത്താവാന്ന് മനസ്സിലാവുന്നില്ല. ഇതാണ് എക്കോ ലക്ഷറി 8 ml. സാധാരണ നമ്മുടെ 8 ml പെർഫ്യൂംസ് പോലെ തന്നെ. അപ്പോൾ ഇനി ഇത് നമ്മൾ അപ്ലൈ ചെയ്ത് നോക്കാം. ഇത് ഞാൻ യൂസ് ചെയ്ത സെൻറ്റുകൾ തന്നെയാണ്. ജസ്റ്റ് അപ്ലൈ ചെയ്തിട്ട് ഇതിൻ്റെ ഒരു ഫ്രാഗ്രൻസ് എന്താണെന്നുള്ളത് ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. ഇതൊരിക്കലും ഇതിൻ്റെ നോട്ട്സ് വെച്ചിട്ട് നമ്മുടെ ചില ആൾക്കാർ പറയാറുണ്ട്, ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, ചില റിവ്യൂസ് എന്താണോ അതിൻ്റെ നോട്ട്സ് അതിങ്ങനെ വർണ്ണിച്ചുകൊണ്ട് പോകും എന്നുള്ളത്. പെർഫ്യൂംസിൻ്റെ യഥാർത്ഥ ഫ്രാഗ്രൻസ് ചിലപ്പോൾ അതുമായി യാതൊരു ബന്ധവും ഉണ്ടാവില്ല. ചിലർ എവിടുന്നെങ്കിലൊക്കെ ഇത് ഈ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നതാവും. എസ്പെഷ്യലി ഇതുപോലത്തെ ഇന്ത്യൻ കമ്പനീസിലാണ് ഞാനത് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇതിനും അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇതിൻ്റെ ഫ്രാഗ്രൻസ് എന്താ വെച്ചാൽ ഇത് ഒരു എക്കോട്ടിക് ഫ്രാഗ്രൻസ് ആണ്. അത് എക്കോ എന്നിവർ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവരെ നോട്ട്സിൽ ആ സംഭവം ഒന്നുമല്ല ഉള്ളത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, പിന്നെ അത് ആരെങ്കിലും വർണ്ണിച്ച് പോയിട്ടുണ്ടെങ്കിൽ അത് വിശ്വസിക്കാൻ നിൽക്കണ്ട. അപ്പോൾ ഇതിൻ്റെ ഫ്രാഗ്രൻസ് എന്താ വെച്ചാൽ ഇതൊരു ഫ്രഷ്നെസ് ആണ്. ഒരു ഫ്രഷ്, സാധാരണ ഒരു സിട്രസി ഫ്രഷ്നെസ്. അത് എങ്ങനത്തെ സിട്രസ് എന്ന് ചോദിച്ചാൽ കുറച്ച് റൈപ്പണായിട്ടുള്ള ഈ സിട്രസ് ഗ്രൂപ്പിൽ വരുന്ന ഒരു സാധനം കുറച്ചും കൂടി കുറച്ച് കൂടുതൽ പഴുത്താൽ ഉണ്ടാകുന്ന ഒരു വൈബ്, അത്രേ ഉള്ളൂ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നത്. വേറെ ഏതെങ്കിലും പ്രത്യേകിച്ച് നോട്ട്സ് ഒന്നും വരുന്നില്ല. ഞാൻ കുറേ ഇരുന്ന് ശ്രമിച്ച് നോക്കിയതാണ് അതിനെന്തെങ്കിലും ബ്രേക്ക് ഡൗൺ ആവുന്നുണ്ടോയെന്ന്. ആ ഒരു സ്മെല്ല് മാത്രമേ ഇതിൽ വരുന്നുള്ളൂ. പിന്നെ ഒരു ചെറുതായിട്ട് ഈ ഫ്രഷ്നെസ്സിൻ്റെ കൂടെ വരുന്ന ഒരു സപ്പോർട്ടിങ്ങിനായിട്ടുള്ള ഒരു ഫ്ലോറൽ ഹിൻറ്റും വരുന്നുണ്ട്. അതിനപ്പുറത്തോട്ട് ഒന്നും വരുന്നില്ല. പിന്നെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, സാധാരണ പെർഫ്യൂംസിൻ്റെ നോട്ട്സ് മാറാൻ സമയമെടുക്കും. ഒരു 15 മിനിറ്റ്സിൻ്റെ ഒക്കെ കഴിഞ്ഞാലാണ് നമുക്ക് മിഡിൽ നോട്ട്സിലേക്കൊക്കെ കിട്ടാറുള്ളത്. പക്ഷേ ഇവിടെ ഈ പെർഫ്യൂമിൻ്റെ ടോട്ടൽ പെർഫോമൻസ് എന്നുള്ളത് 15 മിനിറ്റ്സാണ്. 15 മിനിറ്റ്സ് കഴിഞ്ഞാൽ ഈ ഫ്രാഗ്രൻസേ ഇല്ല. അത് എവിടെയും കാണാനില്ല. ഡ്രസ്സിൽ അപ്ലൈ ചെയ്താലും കിട്ടുന്നില്ല, പിന്നെ ബോഡിയിൽ അപ്ലൈ ചെയ്താലും കിട്ടുന്നില്ല. അതുകൊണ്ട് ഇതാ ഒറ്റ നോട്ട്സിൽ വന്നിട്ട് അവിടെ തന്നെ അത് സ്റ്റക്ക് ആവണം. പിന്നെ ഇത് ബ്ലാങ്കാണ്, പോയി. അപ്പോൾ ഇതിൻ്റെ പെർഫോമൻസ്, ടോട്ടൽ പെർഫോമൻസ് എന്നുള്ളത് 15 മിനിറ്റ്സേ കിട്ടുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നോട്ട്സ് മാറാനുള്ളൊരു സമയമില്ല. ഈ നോട്ട്സ് മാറുമ്പോഴേക്കും പെർഫ്യൂമും അതിൻ്റെ കൂടെ തന്നെ പോവുകയാണ്. അപ്പോൾ എൻ്റെ ഒപ്പീനിയനിൽ വാങ്ങിക്കാൻ നിൽക്കണ്ട. ഇനിയിപ്പോൾ ഇതിന് ചെറിയ പ്രൈസല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞാലും വാങ്ങിക്കേണ്ട. ഇതിപ്പം 260 റുപ്പീസിനല്ലേ 4 എണ്ണം കിട്ടിയത്. ആ 260 റുപ്പീസിന് നമുക്ക് വല്ല ഫോഗോ വേറെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ കിട്ടും. സോ അതുകൊണ്ട് വാങ്ങിക്കേണ്ട, ക്യാഷ് പോകും. ഇപ്പം തന്നെ സ്മെല്ലില്ല. അപ്പോൾ അത് ഈ എക്കോ കംപ്ലീറ്റ് പരാജയമാണ്. ഈ എക്കോൻ്റെയൊക്കെ വീഡിയോ ഞാൻ പിന്നെ ഈ സാധനം കിട്ടിയതിൻ്റെ ശേഷം കണ്ടുപോയിട്ടാണ്. നമ്മുടെ നോർത്ത് ഇന്ത്യക്കാർ വളരെ സന്തോഷത്തിൽ ഇത് 7 മണിക്കൂർ 8 മണിക്കൂറൊക്കെ നിൽക്കണമെന്നൊക്കെ പറയുന്നത്. എനിക്ക് അറിഞ്ഞൂടെ എങ്ങനെയാണ് ഇതൊക്കെ നിൽക്കുന്നത് എന്നുള്ളത്. സോ നെക്സ്റ്റ് വൺ, തായ് ഊദ് ലക്ഷറി. ഈ തായ് എന്നുള്ള പേര് കൊടുത്ത് കാണുമ്പോൾ നമ്മൾ സാധാരണ ഈ നഴ്സറിക്കാരാണ് മറ്റേ തായ് കോക്കനട്ട്, തായ് ഗോവ,
തായ് റംബുട്ടാൻ എന്നൊക്കെ ഓരോ പേര് കൊടുക്കാറുള്ളത്. അതേപോലത്തെ ഒരു തായിയാണത്. അവർക്ക് എല്ലാതും തായിയാണ്, തായ്ലൻഡ് ഹൈബ്രിഡ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുമല്ലോ. സോ ഇത് തായ് ഊദ് ലക്ഷറിയാണ്. അപ്പോൾ ഇതിൻ്റെ ഫ്രാഗ്രൻസ് എങ്ങനെയുണ്ടെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇത് നമ്മളെ ഒരു സംഭവത്തിലേക്ക് റിമൈൻഡ് ചെയ്യിപ്പിക്കുന്ന ഒരു ഫ്രാഗ്രൻസ് ആണ്. എന്താണെന്ന് വെച്ചാൽ ഇതെന്താ സ്മെല്ലെന്ന് വെച്ചാൽ, ഇത് ഊത് എന്ന് പറയാൻ പറ്റില്ല. ഇതൊരു വേറെ തരം ഒരു ഫ്രാഗ്രൻസ്. നമ്മുടെ റോജാപ്പാക്ക്, നിജാം പാക്ക് ഇങ്ങനത്തെ സാധനങ്ങളിൽ പണ്ടുണ്ടായിരുന്ന ഒരു രജനി എന്ന് പറഞ്ഞിട്ടൊരു സാധനമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളെ നാട്ടിൽ പാൻ മസാലയൊക്കെ നിർത്തിച്ചപ്പോൾ ആ സാധനങ്ങളൊക്കെ നിന്നു. അപ്പോൾ പാൻ പരാഗിൻ്റെ സ്മെല്ലല്ല, മറ്റേ ഈ പാക്കുകളെ സ്മെല്ല്, നിജാം പാക്ക്, റോജാപ്പാക്ക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒരു സ്മെല്ലാണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. ഞാൻ ആ സാധനങ്ങളൊക്കെ പണ്ട് നമ്മൾ വളരെ ചെറുപ്പത്തിൽ ഒരു ഏർലി 2000s കണ്ടിട്ടുള്ളായിരുന്നു. പിന്നെ നമ്മളെ നാട്ടിലേക്ക് കാണാതായി. പിന്നെ ഞാനത് കണ്ടത് ബാംഗ്ലൂരിൽ നിന്നാണ്. അവിടെ ഞാൻ ഒരു 2012 ആ സമയത്ത് ജോലിക്ക് പോയ സമയത്ത് അവിടെ ചില കടകളിലൊക്കെ മുന്നിൽ ഇങ്ങനെ തൂക്കിയിട്ട് കാണാം. അങ്ങനെ ഞാൻ ഇതിൻ്റെ ഒരു റിമൈൻഡ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ സാധനം ഞാൻ പിന്നെ ഒരിക്കൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സംഭവമാണ് ഇതിൽ നിന്ന് കിട്ടുന്നത്, ആ പാക്കുകളുടെ സ്മെല്ല്. പിന്നെ ഈ ഒരു സ്മെല്ലുമായി റിലേറ്റ് ചെയ്യാൻ എനിക്ക് പറ്റുന്ന ഒരു സാധനം എന്താ വെച്ചാൽ, നമ്മൾ ചില സ്ഥലങ്ങളിൽ റെസ്റ്റോറൻറ്റ്സിലൊക്കെ പോയാൽ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ അവർ ആ ക്യാഷ് കൗണ്ടറിൻ്റെ അവിടെ അങ്ങനെ ഒരു പാത്രത്തിൽ ഈ മറ്റേ മീട്ടാപ്പാൻ എന്നുള്ളൊരു സാധനം വെച്ചിട്ടുണ്ടാവുമല്ലോ, അതിൻ്റെ അടുത്തോട്ട് വരുമ്പോൾ ചിലപ്പോൾ ഇങ്ങനത്തെ ഒരു സ്മെല്ല് കിട്ടാറുണ്ട്. അതേപോലെ ചില റെസ്റ്റോറൻറ്റ്സിൽ അത് ഒരു വെറ്റില മടക്കിയിട്ട് ഒരു പിന്നൊക്കെ കുത്തി വെച്ചത്, അതല്ലാതെ ചില ചെറിയ ഒരു പാത്രത്തിൽ, ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു റൗണ്ട് പാത്രത്തിൽ വെക്കാറുണ്ട്. അതും ഇങ്ങനത്തെ സ്മെല്ല് തന്നെയാണ്. അപ്പോൾ ആ ഒരു സ്മെല്ലാണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. ഇത് സ്മെല്ല് മോശമല്ലാത്ത സ്മെല്ല് തന്നെയാണ്. ചിലരൊക്കെ ചോദിക്കാറുണ്ട് ഈ റോജാപ്പാക്ക്, നിജാം പാക്ക് പോലത്തെ സംഭവങ്ങളുടെ ഫ്രാഗ്രൻസ് കിട്ടുമോ എന്നുള്ളത്. സോ അങ്ങനെയുള്ളവർ ഇത് ട്രൈ ചെയ്ത് നോക്കിയോളൂ കേട്ടോ. ഇത് അത്തരം ആളുകൾക്ക് സ്യൂട്ടബിളായ ഒരു സെൻറ്റാണ്. അപ്പോൾ നിങ്ങളാരെങ്കിലും ഇങ്ങനത്തെ ഈ നട്ട്സിൻ്റെ, നമ്മുടെ ഈ അരീക്ക നട്ട്, അതായത് ഈ പാനിൽ യൂസ് ചെയ്യുന്ന നമ്മുടെ അടക്കൻ്റെ സ്മെല്ലുകളൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഇത് ട്രൈ ചെയ്ത്. അതിൻ്റെ ഒരു മാത്രം സ്മെല്ലാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു കുറേ സംഭവങ്ങൾ കൂടിയിട്ട് വരുന്ന ഒരു സ്മെല്ലായിരിക്കും. പക്ഷെ എന്തായാലും ആ ഒരു സ്മെല്ലാണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. പെർഫോമൻസ് പറയുകയാണെങ്കിൽ ഇത് കുറച്ചും കൂടി നിൽക്കുന്നുണ്ട്. ഇതിനൊന്നും ഞാൻ പ്രൊജക്ഷൻ എന്ന് പറയുന്നതല്ല. ഇതൊരു 45 മിനിറ്റ്സ് വരെ ഈ പെർഫ്യൂമ് ലാസ്റ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഡ്രസ്സിൽ, ബോഡിയിൽ. ഡ്രസ്സിലാണെങ്കിലും ഞാൻ യൂസ് ചെയ്തൊക്കെ പോളിസ്റ്റർ ആയതുകൊണ്ട് എനിക്ക് അത്ര ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റുന്നില്ല. അങ്ങനെ പോളിസ്റ്ററിൽ എന്താ അപ്ലൈ ചെയ്തിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പോൾ അത്രയും സമയം നിൽക്കും. ഇത് 45 മിനിറ്റ്സ് നിൽക്കുന്ന ഒരു സെൻറ്റാണ് തായ് ഊദ് ലക്ഷറി. ഇത് 15 മിനിറ്റ്സ് നിൽക്കുന്ന ഒരു സെൻറ്റാണ്. സോ ഇതെൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് ഞാൻ പറയണോ. ഇനി ഡീറ്റെയിൽഡായിട്ട് കോട്ടൺ ഡ്രസ്സുകളിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് ഞാൻ ഇത് എത്രത്തോളം നിൽക്കുന്നുണ്ട് എന്നുള്ളത് ഞാനൊരു ഷോർട്സ് ആയിട്ട് വീഡിയോ ചെയ്തേക്കാം. ഇതിങ്ങനെ റിവ്യൂ ചെയ്ത് കാണുന്ന നിങ്ങളെ സമയം ഞാൻ കളയണില്ല, വീഡിയോ ചെയ്യുന്ന എൻ്റെ സമയം ഞാൻ കളയണില്ല. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.